ജ്ഞാനിയുടെ മേൽ ബ്രദറിൽ സഭയുടെ ചുമതലയിൽ നടന്നുവരുന്ന ഈ പരസ്യയോഗ ശുശ്രൂഷകൾ ഇന്ന് രാവിലെ മുതൽ ഈ പ്രദേശത്തിന്റെ വിവിധ കവലകളിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ സന്ദേശവും അറിയിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെയും എത്തിച്ചേരുവാൻ ഇടയായതിൽ ഞങ്ങൾ കർത്താവിന്റെ നാമത്തെ സ്തുതിക്കുന്നു, കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി സ്വർഗമഹിമകളെ വെടിഞ്ഞ് ഭൂമിയിൽ അവതരിച്ച് കാൽവരിയിലെ ക്രൂശിൽ പാപപരിഹാരാർത്ഥം മരിച്ച് മരണത്തെ ചുവർന്നെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശമാണ് ഞങ്ങൾക്ക് ഈ പരസ്യയോഗ ശുശ്രൂഷ സമയങ്ങളിൽ പ്രസംഗിപ്പാനായിട്ട് ഉള്ളത്. ഞങ്ങളുടെ പ്രസംഗം ഞങ്ങളുടെ മതത്തെ കുറിച്ചുള്ള ഒരു പ്രസംഗമല്ല, ഞങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സംഘടനയെ കുറിച്ചുള്ള ഒരു പ്രസംഗമല്ല, ഞങ്ങൾ ആയിരിക്കുന്ന സഭയുടെ ചില പ്രത്യേകതകൾ പ്രസംഗിക്കുവാനായിട്ടല്ല ഞങ്ങൾ ഈ നിലയിൽ കടന്നു വന്നിട്ടുള്ളത്. ഞങ്ങളെ രക്ഷിച്ചവനാകുന്ന, ഞങ്ങൾക്ക് പാപമോചനം നൽകിത്തന്ന, പാപത്തിന്റെ ശിക്ഷയാകുന്ന നരകശിക്ഷയിൽ നിന്ന് വിടുതൽ നൽകിത്തന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ സന്ദേശമാണ് ഞങ്ങൾക്ക് ഈ കവലകളിൽ പ്രസംഗിപ്പാനായിട്ട് ഉള്ളത്. വിശുദ്ധ തിരുവെഴുത്തിന് പ്രകാരം നാം വായിക്കുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് വേണ്ടി നിയമിച്ചിരിക്കുന്നു. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാനൊരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തു പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. കർത്താവായ യേശുക്രിസ്തു കഴിഞ്ഞ 2025 വർഷങ്ങൾക്ക് മുമ്പ് ബേത്ലഹേമിൽ പൂജാതനായി. അതിന്റെ ഉദ്ദേശം എന്താകുന്നു എന്ന് ദൈവത്തിന്റെ ദൂതൻ യേശുക്രിസ്തുവിന്റെ ജനന സമയത്ത് പ്രഖ്യാപിക്കപ്പെട്ടത് തിരുവഴുത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ദൂതൻ നാട്ടിടയന്മാരോട് പ്രകാരം പറഞ്ഞു, ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവജനത്തിനുമുണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ആ മഹാസന്തോഷം എന്താണ്? കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇത് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. യേശു ക്രിസ്തു സർവജനത്തിനുമുണ്ടാകുവാനുള്ള മഹാസന്തോഷമായിട്ടാണ് ഭൂമിയിൽ പൂജാതനായത് എന്നവിടെ നാം വായിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ 33 വർഷക്കാലം ജീവിച്ചു. രോഗികളെ സൗഖ്യമാക്കി, കുനിഞ്ഞിരിക്കുന്ന വ്യക്തിയെ നിവർത്തി, കുഷ്ഠരോഗികൾക്ക് സൗഖ്യം കൊടുത്ത് വിവിധങ്ങളിലുള്ളായിരിക്കുന്ന രോഗബന്ധനങ്ങളാൽ ഭാരപ്പെടുന്ന ജീവിതങ്ങൾക്ക് ആശ്വാസകരമായി തീർന്നു. ഭൂതം ബാധിച്ച ജീവിതങ്ങളെ ഭൂതത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ കൊടുക്കുവാൻ തക്കവണ്ണം ഇടയാക്കി തീർത്തിട്ടുണ്ട്. പക്ഷപാത രോഗിയായി കിടന്ന 38 വർഷക്കാലം ബെഥസ്ദ കുളക്കരയിൽ കിടന്ന ആ മനുഷ്യനെ അത്ഭുതകരമായി കർത്താവിന്റെ വാക്കുകളാൽ നീ നിന്റെ കിടക്കയെടുത്ത് നടക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൻ സൗഖ്യം പ്രാപിച്ച് കിടക്കയെടുത്തുകൊണ്ട് നടന്നു എന്ന ചരിത്രവും നമുക്കവിടെ വായിക്കാൻ സാധിക്കുന്നുണ്ട്. ആ മനുഷ്യനെ സംബന്ധിച്ച് 38 വർഷക്കാലം ബെഥസ്ദ കുളക്കരയിൽ കിടന്നൊരവസ്ഥയുണ്ടായിരുന്നു. അവിടെ ആ കുളത്തിൽ ഒരു ദൂതൻ വന്ന് കുളം കലക്കുന്ന സമയത്ത് ഏത് വ്യാധി പിടിച്ചവരായിരുന്നാലും ആ കുളത്തിലിറങ്ങുന്ന വ്യക്തിക്ക് അത്ഭുതകരമായി സൗഖ്യം ലഭിക്കും. അങ്ങനെ ആ കുളക്കരയിൽ കിടന്ന പക്ഷപാത രോഗിയായിരിക്കുന്ന മനുഷ്യൻ അവൻ കുളം കലങ്ങുന്ന സമയത്ത് അവനെ കുളത്തിലാക്കുവാൻ ആരുമില്ലാതെ വണ്ണം അവിടെ ആയിരുന്നു കുളം കലങ്ങുന്ന സമയത്ത് അവൻ വളരെ വേഗത്തിൽ ആ കുളത്തിലിറങ്ങുവാനായിട്ട് ചെല്ലുമ്പോഴേക്കും മറ്റാരെങ്കിലും ആ കുളത്തിലിറങ്ങി സൗഖ്യം പ്രാപിച്ചു പോകുന്ന സ്ഥിതിയായിരുന്നു.
അങ്ങനെ ആയിരിക്കുമ്പോഴോ 38 വർഷമോടെ ആയിരിക്കുമ്പോഴോ ഈ മനുഷ്യന്റെ അവസ്ഥ കർത്താവ് കണ്ടിട്ടു. കർത്താവ് അവന് വേണ്ടി ആ കുളക്കരയിലേക്ക് കടന്നു വന്നിട്ടു ഈ മനുഷ്യനോട് കർത്താവ് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചപ്പോ പറയുകയാണ്, കുളങ്ങരക്കുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ ആരുമില്ല, ഞാൻ തനിയെ തന്നുമ്പോഴേക്കും മറ്റാരെങ്കിലും ഇറങ്ങുന്നൊരവസ്ഥയാണ്. അങ്ങനെ 38 വർഷക്കാലം ഞാൻ ഇവിടെ കിടക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ കർത്താവ് അവരോട് പറയുകയാണ്, നിന്നെ കിടക്കയെടുത്തുകൊണ്ട് നടക്ക എന്ന് പറഞ്ഞ് അവനെ സൗഖ്യമാക്കി. അവൻ കിടക്കയെടുത്തുകൊണ്ട് അവൻ സൗഖ്യം പ്രാപിച്ചവനായി കടന്നുപോയി. മാനുഷിക ബുദ്ധിക്കതീതമായി, മാനുഷിക ചിന്തക്കതീതമായി അത്ഭുതകരമായി സൗഖ്യം കൊടുക്കുന്ന ബന്ധനം വഹിച്ച് ശിവനിർണ്ണാക്കുന്ന കർത്താവാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവ്. ഏത് വ്യാധി പിടിച്ചവരായിരുന്നാലും, ഏത് പ്രസവങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരായിരുന്നാലും യേശു കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലുന്നവര് ആശ്വാസവും സൗഖ്യവും കൊടുക്കുന്ന വ്യക്തിയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. ഈ കർത്താവായ യേശു ക്രിസ്തു കഴിഞ്ഞ 2025 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ജനിച്ചു ജീവിച്ചു. ക്രൂശിൽ അവൻ പാപമൊന്നും ചെയ്യാത്തവനായി ലോകത്തിൽ ജീവിച്ചിട്ടും അവനെ ക്രൂശിൽ തറച്ചു കൊല്ലപ്പെടുത്തു. അങ്ങനെ ശാപകരമായിരിക്കുന്നൊരു മരണം അനുഭവിച്ചു. കൈകളിൽ കാറിലും മോഹടികൾ അടിക്കപ്പെട്ടു, ശിരസിന്മേൽ മുക്കിരീടം അടിക്കപ്പെട്ടു, അവന്റെ കാലുകളിൽ അടിയടിക്കപ്പെട്ടു, അവന്റെ മാറിൽ കുന്തം കൊണ്ട് കുത്തേൽക്കപ്പെട്ടു. അവന്റെ മുഖം നിന്നയ്ക്കും തുപ്പനും മറക്കാതെ വന്നും നിന്നിവരായി നിസ്സഹായനായി അവൻ ആ നിലയിൽ നിന്ദിക്കപ്പെട്ടവനായി തീർന്നു എന്നുള്ളത് അറിയാൻ സാധിക്കും. യേശു ക്രിസ്തു ഒരു സാധാരണ മനുഷ്യനല്ല, ലോകത്തിൽ ജനിച്ച് ജീവിക്കുന്ന മനുഷ്യനെ പോലുള്ള മനുഷ്യനല്ല. യേശു ക്രിസ്തു ദൈവവും മനുഷ്യനുമായിട്ടുള്ളവനാണ്. സ്വർഗത്തിൽ ദൈവമായി ജീവിച്ചിരുന്നവൻ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പാപത്തിന്റെ ശിക്ഷയാകുന്ന നരകശിക്ഷയിൽ രക്ഷിക്കാൻ വേണ്ടി യേശു ക്രിസ്തു ലോകത്തിൽ അവതരിച്ചു, ക്രൂശിൽ മരിച്ച് പാപത്തിന്റെ പരിഹാരം വരുത്തി പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ വേണ്ടി രക്ഷാമാർഗം ഒരുക്കി എന്നുള്ളത് ബൈബിൾ ചരിത്രം പരിശോധിക്കുമ്പോൾ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ചിലരൊക്കെ പറയും യേശു ക്രിസ്തു ഒരു സാധാരണ മനുഷ്യനാണ്, യേശു ക്രിസ്തു മറിയാമിന്റെ മകനായി ജനിച്ച് ജീവിച്ച ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് ചിലരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആദിയിലുള്ള ഒരു വ്യക്തിയല്ല, സാധാരണ മനുഷ്യനല്ല എന്നുള്ളതിന് വേദപുസ്തക അടിസ്ഥാനത്തിൽ അനേക തെളിവുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. മനുഷ്യന്റെ സൃഷ്ടിയോടുള്ള ദൈവം ആദ്യ മനുഷ്യനായിരിക്കുന്ന ആദംഹവ്വായെ സൃഷ്ടിച്ചു. നാം അത് തിരുവഴുത്തിൽ വായിക്കുന്നുണ്ട്. അങ്ങനെ സൃഷ്ടിച്ചിട്ട് മനോഹരമായ ഏതൻ പർദീസയിൽ അവരെ ആക്കിയെന്ന് കാണുവാൻ സാധിക്കും. ദൈവം അവരോട് പറഞ്ഞു, ഈ തോട്ടത്തിലേക്ക് അനേക വൃക്ഷഫലങ്ങളുണ്ട്, ആ ഫലങ്ങളൊക്കെ നിങ്ങൾക്ക് തിന്നാം. എന്നാൽ തോട്ടത്തിന് നടുവിൽ ഒരു വൃക്ഷമുണ്ട്, ആ വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും എന്ന് അവിടെ കൽപ്പിച്ചു. എന്നാൽ പിശാചായവൻ പാമ്പിന്റെ വേഷത്തിൽ ഹവ്വയുടെ അടുക്കൽ, ആദാമിന്റെ ഭാര്യയാകുന്ന ഹവ്വയുടെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, ഈ തോട്ടത്തിൽ നിൽക്കുന്ന യാതൊരു വൃക്ഷത്തിന്റെയും ഫലം നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കൽപ്പിച്ചിട്ടുണ്ട്. ഈ തോട്ടത്തിന്റെ നടുവിൽ നന്മ തിന്മകളെ കുറിച്ച് അറിവുണ്ടാക്കുന്ന ഒരു വൃക്ഷമുണ്ട്, ആ വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നരുത്, തിന്നുകയും തുടരുകയാണ്, തിന്നുന്നതാണ് നിങ്ങൾ മരിക്കുമെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിശാചായവൻ പറഞ്ഞു, നിങ്ങൾ ഈ ഫലം തിന്നാൽ നിങ്ങൾ മരിക്കയില്ല, നിങ്ങളുടെ കണ്ണുകൾ തുറക്കും, നിങ്ങൾ ദൈവത്തെ പോലെയാകും, നിങ്ങൾ നന്മത്തിന്മകൾ നന്മത്തിനെ കുറിച്ച് അറിവുള്ളവരായിത്തീരും എന്ന് പറഞ്ഞു. അപ്പോൾ ഹവ്വ ചിന്തിച്ചു, ദൈവം ഞങ്ങളെ പതിക്കുവാൻ വേണ്ടിയാണല്ലോ ഈ ഫലം തിന്നരുത് എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് നന്മത്തിന്മകളെ കുറിച്ച് അറിവുണ്ടാകാതിരിക്കുവാൻ വേണ്ടി
ഞങ്ങൾ കണ്ണ് തുറക്കാതിരിക്കുവാൻ വേണ്ടിയാണ് ദൈവം അങ്ങനെ പറയുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ നന്മതിന്മകളെ കുറിച്ച് അറിവുള്ളവരായി ദൈവത്തെ പോലെ ആകാതിരിക്കുവാൻ വേണ്ടിയാണ് ദൈവം അങ്ങനെ പറഞ്ഞത് എന്ന് ചിന്തിച്ചുകൊണ്ട് ദൈവം പറഞ്ഞതിനെ അവിശ്വസിച്ച് പിശാച് പറഞ്ഞതിനെ അനുസരിച്ചു എന്ന് കാണുക. പിശാചിനെ വിശ്വസിച്ചു, ദൈവത്തെ അവിശ്വസിച്ചു. അതിന്റെ ഫലമായി ദൈവം വിലക്കപ്പെട്ടിരിക്കുന്ന വൃക്ഷഫലം അവർ തിന്നു കഴിഞ്ഞപ്പോൾ അവരുടെ തേജസ് നഷ്ടപ്പെട്ടു. അവരുടെ ജീവിതത്തിൽ അവർ കുറവുള്ളവരായി തീർന്നു. അവർ ശാപഗ്രസ്തരായി തീർന്നു. അവർ ഏദൻ പ്രദേശത്ത് നിന്ന് ദൈവത്താൽ പുറത്താക്കപ്പെട്ടു എന്ന് വായിക്കുന്നു. ഞാനിത് പറഞ്ഞത് ദൈവം സൃഷ്ടിച്ച സാധാരണ മനുഷ്യരെ പിശാച് വഞ്ചിച്ച് പാപത്തിന് അകപ്പെടുത്തുന്ന സ്ഥിതിയുണ്ട്. സാധാരണ മനുഷ്യർ പിശാചിനാൽ വഞ്ചിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. സാധാരണ മനുഷ്യര് ദൈവസന്നിധിയില് ശാപഗ്രസ്തരായി തീരുവാൻ, ജീവിതത്തിൽ കുറവുള്ളവരായി തീരുവാനായിട്ടിടയായി തീരും. എന്നാൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവിന്റെ അടുക്കൽ പിശാചൊരിക്കൽ വന്നു. 3 വിധമായ പരീക്ഷകൾ പിശാചിനാൽ കർത്താവിനുണ്ടായി. ആ 3 പരീക്ഷകളിലും ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവ് വിജയിച്ചു, പിശാചിനെ പരാജയപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, സാധാരണ മനുഷ്യൻ ശാപത്തിലേക്ക് പോകുവാൻ പിശാചിന്റെ പ്രവർത്തനത്താൽ സാധ്യമാണ്. എന്നാൽ ദൈവം കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ യേശുക്രിസ്തു കർത്താവ് സാധാരണ മനുഷ്യനല്ല. ദൈവസന്നിധിയിലെ പിശാചിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് യേശുക്രിസ്തു ജയം പ്രാപിച്ചു. അങ്ങനെ ചിന്തിക്കുമ്പോൾ യേശുക്രിസ്തു സാധാരണ മനുഷ്യനല്ല, പിശാചിന്റെ അധികാരമുള്ളവരാണ്. പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ കഴിവുള്ളവരാണ്. പാപത്തിന് മോചനം കൊടുത്ത് മനുഷ്യവർഗത്തിന് പരിശുദ്ധനായ ദൈവത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുവാൻ കഴിവുള്ളവനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തു. ഈ കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനം ലഭിക്കുന്നു. ഈ കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യന്യായവിധിയിൽ വിടുതല പ്രാപിക്കുന്നു. ഈ കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് മരണത്തിനപ്പുറം സ്വർഗം സ്വന്തമാക്കുവാൻ സാധിക്കും. മരണത്തിന്റെ തണുത്തകരം എന്നെ വരിഞ്ഞു മുറുക്കി ഈ ഭൂമിയിൽ മരണത്തിന് വിധേയപ്പെട്ട എന്റെ ആത്മാവ് സ്വർഗത്തിൽ പോകുവാൻ ഇടയാക്കുവാൻ കഴിയുന്ന ഒരു അവസ്ഥയുണ്ട് യേശുക്രിസ്തു വിശ്വാസത്താൽ എന്ന് നമുക്ക് കാണുവാൻ. കർമ്മമാർഗത്താൽ അത് സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, മനുഷ്യവർഗം പാപത്തിൽ വീണുപോയി, മനുഷ്യവർഗം ശാപത്തിനടിമയായി, മനുഷ്യവർഗം ദൈവസന്നിധിയിൽ പരിശുദ്ധരായ ദൈവമായിട്ട് ബന്ധമില്ലാത്തവരായി ജീവിക്കുന്നവരാകുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. കർമ്മമാർഗങ്ങൾ നമ്മെ സ്വർഗത്തിലെത്തിക്കാതിരിക്കുമ്പോൾ, ഭക്തിമാർഗം നമ്മെ സ്വർഗത്തിലെത്തിക്കാതിരിക്കുമ്പോൾ, ജീവിതത്തില് നന്മ പ്രവർത്തിക ചെയ്ത് പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ച് നേർച്ചകൾ കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിച്ച് പാപശാന്തിയും ആത്മാവിന്റെ ആ മോചനം, ആത്മാവിന്റെ ശിക്ഷാവധിയിൽ നിന്ന് വിടുതലും കർമ്മപ്രവർത്തികളാൽ സാധ്യമല്ലാതിരിക്കുമ്പോൾ ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവിന്റെ വിശ്വാസത്താൽ, ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവിനെ വിശ്വാസത്താൽ ക്രിസ്തുവിനായ ജീവിതം സമർപ്പിക്കപ്പെടുവാനിടയാകുന്നവർക്ക് പാപമോചനം ലഭിക്കുന്ന ശിക്ഷയിൽ നിന്ന് വിടുവിക്കപ്പെടും. ഞാൻ ആദ്യം ഉദ്ധരിച്ച വാക്യം എങ്ങനെയാണല്ലോ, ഒരിക്കൽ മരണം പിന്നെ ന്യായവിധി. പ്രിയപ്പെട്ടവരെ, മരണവും ന്യായവിധിയും മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ദൈവസന്നിധിയിലോ മനുഷ്യൻ പാപിയായതുകൊണ്ടാണ്. മരണം സംഭവിക്കുന്നത് പാപിയായതുകൊണ്ടാണ്. വിശുദ്ധ വേദപുസ്തകം ഇപ്രകാരം പറയുന്നു, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ലോകത്തിലേക്ക് മരണം കടന്നത് പാപത്തിന്റെ ഫലമായിട്ടാണ്. നാം അവിടെ തന്നെ പിന്നെയും വായിക്കുന്നു, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണം ലോകത്തിൽ കടന്നു. അത് മാത്രമല്ല, അങ്ങനെ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. പാപത്തിന്റെ ഫലമായി സകല മനുഷ്യരിലും മരണം പരന്നിരിക്കുകയാണ്. അവിടെ തന്നെ പിന്നെയും
ജീവിതത്തില് മരണം സകല മനുഷ്യരും ഭരന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, ഒരു ഘോര രാജാവിനെ പോലെ മരണം സകല മനുഷ്യരിലും വാഴുന്നു. അതിൽ 3 പദപ്രയോഗം. ലോകത്തിൽ പാപത്തിന്റെ ഫലമായി മനുഷ്യ ജീവിതത്തിലേക്ക് മരണം കടന്നു വന്നു. 2, പാപത്തിന്റെ ഫലമായി മനുഷ്യ ജീവിതത്തിൽ മരണം പറന്നിരിക്കുന്നു. സ്ത്രീ പുരുഷ വ്യത്യാസമെന്ന്, പ്രായവ്യത്യാസമെന്ന്, ശിശുക്കൾ, യുവാക്കന്മാർ, പ്രായമുള്ള വ്യത്യാസമെന്ന് മരണത്തിനടിമപ്പെടുന്നത് ഈ മരണം പാപത്തിന്റെ ഫലമായി ലോകത്തിൽ പരന്നിരിക്കുന്നത് കൊണ്ടാണ്. ഒരു ഘോര രാജാവിനെ പോലെ മരണം സകല മനുഷ്യരിലും വാഴുന്നു എന്ന് കാണുക. എന്നാൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവിന്റെ ക്രൂശിലേക്ക് നോക്കി, കർത്താവേ, പാപിയാകുന്ന എന്റെ പാപത്തിന്റെ പരിഹാരം അവിടുത്തെ ക്രൂശുവെള്ളത്തിൽ കൂടെ എനിക്ക് ലഭിച്ചു എന്ന് വ്യക്തിപരമായി വിശ്വസിച്ച് യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച ക്രിസ്തുവിനോട് ഏറ്റുപറഞ്ഞ് ജീവിതം ക്രിസ്തുവിനായി സമർപ്പിക്കപ്പെടുന്നവർക്ക് തിരുവെഴുത്ത് പറയുന്നു, ഇനി മരണമില്ല. മാർത്തയുടെയും മറിയയുടെയും ജീവിതത്തോട് ബന്ധത്തിൽ കർത്താവ് മാർത്തയോട് പറയുന്നു, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ശാരീരികമായ മരണം സംഭവിച്ചാലും ജീവിക്കും. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു, നാം മരണത്തിനപ്പുറം കർത്താവിന്റെ അടുക്കലേക്ക് ചെല്ലുന്നു. കർത്താവിന്റെ അടുക്കലേക്ക് നമ്മുടെ വിശുദ്ധന്മാർക്ക് ചെന്നു കയറുമ്പോൾ അവിടെ 22-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ അവർ വായിക്കുന്നു, ഇനി മരണമുണ്ടാകില്ല, നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുളച്ചു കളയും. മരണമില്ലാത്തൊരവസ്ഥയിലേക്ക് നാം പ്രവേശിക്കുന്നു. ശാരീരിക മരണത്തിന്റെ കാര്യമല്ല, പാപത്തിന്റെ ഫലമായി നമുക്ക് ലഭിക്കുന്ന നിത്യമായ മരണം ഇല്ലാത്തൊരനുഭവം. ജീവിച്ചെന്ന് യേശു ക്രിസ്തു വിശ്വസിക്കുന്നവര് ഈ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നു നിൽക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിന്റെ കർത്താവ് പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ടെന്നെ അയച്ചത് വിശ്വസിക്കുന്നവര് അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ് വായിക്കുന്നത്. ഇപ്പൊ മരണമില്ലാത്തൊരവസ്ഥയിലേക്ക്, നിത്യന്യായവിധിയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചൊരവസ്ഥയിലേക്ക്, പരിശുദ്ധരായ ദൈവത്തോടുള്ള ബന്ധം പുലർത്തുവാൻ കഴിയുന്നൊരവസ്ഥയിലേക്ക് യേശു ക്രിസ്തു വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്നവർക്ക് സാധിക്കുമെന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അത് ഏത് മാർഗത്താലാണ്? വിശ്വാസമാർഗമാണ്, കർമ്മമാർഗമല്ല, വിശ്വാസമാർഗം. യേശു ക്രിസ്തുവിന്റെ ക്രൂശിലേക്ക് നോക്കി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവനെ വിശ്വസിച്ച് അവനെ രക്ഷിതാവും കർത്താവുമായിട്ട് അംഗീകരിച്ച് ഏറ്റുപറഞ്ഞ് അവന് വേണ്ടി ജീവിതം സമർപ്പിക്കുന്നവർക്കാണ് ഈ അനുഭവം ഉണ്ടാകുന്നത്. അങ്ങനെ ഈ കർത്താവ് രക്ഷിക്കപ്പെടുന്നവർക്ക് ലഭിക്കുന്ന രക്ഷയുടെ അനുഭവത്തിന്റെ 4 പ്രത്യേകതകൾ ഞാൻ ഓർപ്പിച്ചുകൊണ്ടെന്ന വാക്കുകളുടെ അവസാനം 1, യേശു ക്രിസ്തു വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്നവർക്ക് ലഭിക്കുന്ന 1ാമത്തെ അനുഭവം തിരുവഴുത്തിങ്ങനെ പറയുന്നു, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും പുനരവീര്യ പ്രവൃത്തികളാലും ദൈവം നിന്റെ പരിശുദ്ധാത്മാവിന് നൽകിക്കൊണ്ട് കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? യേശു ക്രിസ്തു രക്ഷിക്കപ്പെടുന്നവർക്ക് ലഭിക്കുന്ന രക്ഷ വലിയ രക്ഷയാണ്. വലിയവനായ ദൈവം ഒരിക്കൽ രക്ഷയായതുകൊണ്ടാണ് അത് വലിയ രക്ഷയായി തീർന്നത്. വലിയ ന്യായങ്ങളിൽ നിന്ന് നമുക്ക് വിടുതൽ നൽകിയ രക്ഷയായതുകൊണ്ടാണ് അത് വലിയ രക്ഷയായി തീർന്നത്. വലിയ ശിക്ഷാവധിയിൽ നിന്ന് നമ്മെ വിടുവിക്കുന്ന രക്ഷയായതുകൊണ്ട് അത് വലിയ രക്ഷയാണ്. 2ാമത്തെ അനുഭവം എബ്രായർക്ക് ലേഖനം 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, തന്നെ അനുസരിക്കുന്ന യേശു ക്രിസ്തുവിനെ അനുസരിക്കുന്ന ഏവർക്കും അവൻ നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. നിത്യമായ രക്ഷ, നിത്യതയിൽ നിത്യ ആനന്ദം അനുഭവിക്കുന്നു, നിത്യമായ രക്ഷ അനുഭവിക്കുന്നു. നിത്യമായ ദൈവം ഒരുക്കിയ രക്ഷ അത് നിത്യമായ രക്ഷയാണ്. നിത്യനായ ദൈവം നിത്യനായി വിടുവിക്കുന്ന രക്ഷ അത് നിത്യമായ രക്ഷയാണ്. 1 ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ മാത്രമല്ല, യേശു ക്രിസ്തു മുഖാന്തരം ലഭിക്കുന്ന രക്ഷയുടെ അനുഭവം അത് നിത്യമാണ്, നിത്യമാണ്. എന്നും എന്നേക്കും
ജീവിക്കുവാൻ കഴിയുന്ന അനുഭവമാണ്. തിരുവനന്തപുരം പറയുന്നു, തന്റെ ഏകനാമനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ ഈ മണ്ണിനെയും കല്ലിനെയും സ്നേഹിച്ചു എന്നുള്ളതല്ല, ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യവർഗത്തെ സ്നേഹിച്ചു നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം എന്താണ്? നിത്യജീവൻ എന്ന് പറഞ്ഞാൽ നിത്യതയിൽ നിത്യനായ ദൈവത്തോടുകൂടെ നിത്യത മുഴുവനും ജീവിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ ജീവൻ ലഭിച്ചവർ എന്ന അർത്ഥമാണ്. യേശുക്രിസ്തുവിനെ കൂടാതെ ജീവിക്കുന്നവർക്കും മരണശേഷം ലഭിക്കുന്ന ജീവൻ നിത്യജീവനാണ്. അതേത് സ്ഥാനത്തെ ജീവനാണ്? നരകത്തിലെ ജീവിതമാണ്. നിത്യനരകം അത് നിത്യജീവനാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ കള്ളുകുടിയനായി ജീവിച്ച് ഇവിടെ മോശമായ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് യേശുക്രിസ്തുവിനെ കൂടാതെ ജീവിച്ച് മരിച്ചുപോയാൽ അവർക്കും ലഭിക്കുന്ന ജീവൻ നിത്യജീവനാണ്. അതെവിടെയായിരിക്കും? നരകത്തിൽ ചാകാത്ത പുഴുവും കെടാത്ത തീയുമുള്ള നിത്യ നരകമെന്ന നിത്യജീവനാണ് അവർക്ക് ലഭിക്കും. എന്നാൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ ക്രിസ്തുവിൽ വിശ്വസിച്ച് അവരുടെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് അവരോട് ജീവിതം സമർപ്പിക്കപ്പെടുന്നവർക്ക് സ്വർഗത്തിൽ ജീവിക്കുവാൻ കഴിയുന്ന നിത്യത മുഴുവനും നിത്യരായ ദൈവത്തോടുകൂടി ജീവിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ ജീവൻ ലഭിക്കുന്നവരാണ് രക്ഷിക്കപ്പെട്ടവർ എന്ന് കാണുവാൻ സാധിക്കും. ഇതിനോർപ്പിച്ചത് യേശുക്രിസ്തു രക്ഷിക്കപ്പെടുന്നവർക്ക് ലഭിക്കുന്ന പ്രത്യേകത: ഒന്ന്, അത് വലിയ രക്ഷയാണ്. രണ്ട്, അത് നിത്യമായ രക്ഷയാണ്. മൂന്നാമതായിട്ട് എബ്രായർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 25-ാം വാക്യം, തന്നെ അനുസരിക്കുന്ന ഏവർക്കും അവർക്ക് രക്ഷ ലഭിക്കുന്നു മാത്രമല്ല അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ യേശുക്രിസ്തു പ്രാപ്തനാകുന്നു. പൂർണ്ണമായ രക്ഷ എന്നാണ്. അപ്പോ ദൈവത്തിന് പൂർണ്ണമായ രക്ഷ എന്ന് പറഞ്ഞാൽ മനുഷ്യന് മാത്രം ദൈവസൃഷ്ടിയിൽ 3 ഘടകങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട അവസ്ഥയാണ്. ആത്മാവുണ്ട്, ജീവനുണ്ട്, ശരീരമുണ്ട്. ഈ 3 ഘടകങ്ങൾ മനുഷ്യർക്ക് മാത്രം ആ 3 ഘടകങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടവർ. ഒരു മൃഗത്തെ സംബന്ധിച്ച് അവർക്ക് ആത്മാവില്ല, മൃഗത്തിന് ആത്മാവില്ല. അതുകൊണ്ടാണ് ഇന്ന വീട്ടിൽ വളർത്തിയ പശു മരിച്ചുപോയി എന്ന് പറയാത്തത്. ഇന്ന വീട്ടിൽ വളർത്തിയ പശു ഏതോ കാരണത്താൽ ചത്തുപോയി എന്നാണ് പറയുന്നത്. ചത്തു എന്നാണോ എന്ന് പറയാൻ പിന്നെ അതില്ല. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് മലയാള ഭാഷയിൽ വളരെ ബഹുമാനം കൊടുത്തുകൊണ്ട് പറയുകയാണ്, എന്ന വീട്ടിൽ ജീവിക്കുന്ന മത്തായി എന്ന് പറയുന്ന വ്യക്തി മരിച്ചുപോയി, ചത്തുപോയി എന്നല്ല പറയുന്നത്, മരിച്ചുപോയി. മരണം എന്ന വാക്കിന്റെ അർത്ഥം, പ്രിയപ്പെട്ടവര്, ഇവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് പോയി എന്നർത്ഥമാണ്. പ്രിയപ്പെട്ടവരെ, ആ നിലയിൽ മരണത്തിനപ്പുറം സ്വർഗം അവകാശമാക്കുവാൻ, സ്വർഗം നമുക്ക് സ്വർഗത്തിൽ പോകുവാൻ അനുവാദം ലഭിക്കുവാൻ, പരിശുദ്ധനായ ദൈവത്തോടുകൂടെ ജീവിക്കുവാൻ കഴിയുന്നതിനാണ് ദൈവസന്നിധിയിൽ യേശുക്രിസ്തു വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുമ്പോൾ നമുക്കിടയാകുന്നത്. ആമേൻ. യേശുക്രിസ്തു വിശ്വസിക്കുന്നവർക്ക് അവര് പൂർണ്ണമായി രക്ഷിപ്പാൻ, ശരീരത്തിന് രക്ഷ മാത്രമല്ല ജീവന രക്ഷയും മരണാനന്തരം സ്വർഗത്തിൽ ജീവിക്കുവാൻ വേണ്ടി ഈ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തെ അനുഭവമാക്കുന്ന ആ പുത്തൻ ശരീരം ലഭിക്കുന്ന രക്ഷയും ലഭിക്കുന്നു. അപ്പൊ യേശുക്രിസ്തു വിശ്വസിച്ചാൽ നമ്മെ പൂർണ്ണമായി അവൻ. 4-ാമത്തെ അനുഭവം, യേശുക്രിസ്തു വിശ്വസിക്കുന്നവർക്ക് പൂർണ്ണമായ രക്ഷ കിട്ടുമെന്ന് മാത്രമല്ല, നിത്യരക്ഷ കിട്ടുമെന്ന് മാത്രമല്ല, വലിയ രക്ഷ കിട്ടുമെന്ന് മാത്രമല്ല. യെശയ്യാ പ്രവചനം 50-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ അതിങ്ങനെ വായിക്കുന്നു, യേശുക്രിസ്തു വിശ്വസിക്കുന്നവർക്ക് നിത്യ ആനന്ദവും നിത്യത മുഴുവനും നിത്യ ആനന്ദം അനുഭവിച്ചുകൊണ്ട് നിത്യനായ ദൈവത്തോടുകൂടെ അവരുടെ ശിരസിന്മേൽ നിത്യമായ ആനന്ദം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഏത് മാർഗത്തിന് ഈ അനുഭവം തരുവാൻ സാധിക്കും? ഏത് മതങ്ങൾക്ക് ഈ അനുഭവം തരുവാൻ സാധിക്കും? ഏത് നിലയിലുള്ള ഇസത്തിന് ഈ അനുഭവം തരുവാൻ സാധിക്കും എന്ന് ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മരണത്തിനപ്പുറം നിത്യ ആനന്ദം, നിത്യത മുഴുവനും നിത്യനായ ദൈവത്തോടുകൂടി ജീവിച്ച്
നിത്യതയിൽ കഴിയുവാൻ കഴിയും. ഇനി ഒരിക്കലും പിരിയാ ബന്ധമാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നാം ജീവിക്കുമ്പോൾ അനേകരെ കരയിപ്പിച്ചുകൊണ്ട് പ്രതീക്ഷിക്കാത്ത സമയത്ത് തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവർ വ്യക്തമാകുന്നു. എന്നാൽ യേശുക്രിസ്തു വിശ്വസിക്കുന്നവർക്ക് നിത്യതയിൽ ചെന്നു ചേരുമ്പോൾ പിന്നീട് ഒരിക്കലും ക്രിസ്തുവിനെ പിരിയേണ്ട ആവശ്യമില്ല. എല്ലാ നാളും ക്രിസ്തുവിനോടുകൂടെ ജീവിച്ച് നിത്യത മുഴുവനും നിത്യ ആനന്ദം അനുഭവിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിത്യതയുടെ തുറമുഖത്ത് ജീവിക്കുവാൻ കഴിയുമെന്നുള്ളത് ദൈവസന്നിധിയിൽ വിശുദ്ധത്തിന് വരുത്തുന്ന അർപ്പിക്കുകയാണ്. ആ നിലയില് ഈ നിത്യമായ രക്ഷയുടെ പങ്കാളിയായി തരുവാൻ, ഈ വലിയ രക്ഷയുടെ പങ്കാളിയായി തരുവാൻ, ഈ പൂർണ്ണമായ രക്ഷയുടെ പങ്കാളിയായി തരുവാൻ, നിത്യത മുഴുവനും നിത്യ ആനന്ദം അനുഭവിച്ചുകൊണ്ട് നിത്യനായ ദൈവത്തോടുകൂടെ ജീവിതത്തിൽ നിത്യത മുഴുവനും നിങ്ങളുടെ ശിരസിന്റെ ഈ നിത്യ ആനന്ദം അനുഭവിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഈ കർത്താവ് വിശ്വാസത്താൽ അല്ലാതെ അത് ലഭിക്കുകയില്ല. കർത്താവിന്റെ പ്രിയ ശിഷ്യനാകുന്ന കർത്താവ് പത്രോസിലേക്ക് അത് പറഞ്ഞു, മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യന് നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. യേശുക്രിസ്തുവിന്റെ നാമമാണ് നമ്മെ നിത്യതയിലെത്തിക്കുന്ന നാമം. യേശുക്രിസ്തു നാമമാണ് നമുക്ക് പാപമാണ് നൽകുന്ന നാമം. യേശുക്രിസ്തു നാമമാണ് നിത്യത മുഴുവൻ നിത്യ ആനന്ദം നൽകിത്തരുന്ന നാമം. പ്രവാചകൻ പറയുന്നു, സകല ഭൂവാസികളോടും പറയുന്നു. പ്രവാചകൻ വിളിച്ചു പറയുകയാണ്, സകല ഭൂവാസികളുമായുള്ളവരെ എല്ലാവരും എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെട്ടുകൊള്ളുവീനെന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അരുളി ചെയ്തു. മാനുഷിക വാക്കുകളല്ല, സൈന്യങ്ങളുടെ ദൈവം, സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം, ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവം, സകല ചരാചരങ്ങളെയും നിർമ്മിച്ചവനായ ദൈവം പറയുന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പറയുന്നു, എല്ലാവരും എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെട്ടുകൊള്ളും. അതുകൊണ്ട് വീടുകളിൽ നിങ്ങളെ സേവിച്ച പ്രിയപ്പെട്ടവരെ, ഭവനങ്ങളിൽ നിങ്ങളെ സേവിച്ച പ്രിയപ്പെട്ടവരെ, വിവിധ ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ട് ഞങ്ങളെ സേവിച്ച പ്രിയപ്പെട്ടവരെ, ഈ കർത്താവിലേക്ക് നിങ്ങൾ ആഹ്വാനിച്ചു വളരെ വിനയത്തോടുകൂടെ, വളരെ താഴ്മയോടുകൂടെ നിങ്ങളുടെ വീടിന്റെ മുൻപിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഇതിനെ കഠിനം ചെയ്യുവാൻ കഴിയുന്നത് യേശുക്രിസ്തുവിനെ കൂടാതെ മരിച്ചുപോയാൽ അത് തികച്ചും ഭയാനകമായ അനുഭവമാണ്. ദൈവത്തിന് ന്യായവിധികൾ ആ വലിയ ഗൗരവം നമുക്ക് മനസ്സിലാക്കുവാൻ യേശുക്രിസ്തുവിനോട് കൂടാതെ മരിച്ചുപോയ അതിനിടെ വരാതെ വണ്ണം ഈ ക്രിസ്തുവിലേക്ക് കടന്നിരുന്ന കാൽവരിലെ ക്രൂശിലേക്ക് നോക്കിക്കൊണ്ട് വിശ്വാസത്തിന്റെ കണ്ണുകൾ കാൽവരിലെ ക്രൂശിലേക്ക് കുഞ്ഞിനെന്തേര് പറഞ്ഞു, പുറം കണ്ണ് തുറപ്പിപ്പാൻ പുലവേളയിൽ അംശമാൻ, അകം കണ്ണ് തുറക്കുവാൻ ആശാൻ ബാല്യത്തിലെത്തണം, പുറമെയുള്ള കണ്ണുകൾ തുറക്കുവാൻ സൂര്യനോദിക്കണം. എന്നാൽ നമ്മുടെ ഹൃദയ കണ്ണ് പ്രകാശിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മുടെ കണ്ണുകൾ തുറക്കണം. അതിനുവേണ്ടി പാപത്തിന്റെ മോചനം ലഭിക്കണം, പാപത്തിന് ശിക്ഷയിൽ വിടുതൽ ലഭിക്കണം. യേശുക്രിസ്തു മുഖാന്തരം കാൽവറിയിൽ ഒരുക്കിയ രക്ഷ വിശ്വാസത്തെ സ്വന്തമാക്കണം. അങ്ങനെ രക്ഷിക്കപ്പെടുവാൻ സ്നേഹത്തിന്റെ ഭാഷയിൽ ഞങ്ങൾ ബുദ്ധി ഉപദേശിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ഇതൊരു ആത്മീയ ശുശ്രൂഷയാകുകയാണ്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങളിവിടെ നിന്ന് കടന്നു പോവുകയാണ്.